പേന പിടിക്കേണ്ട കൈകൾ പ്ലക്കാർഡുകൾ ഉയർത്തിയപ്പോൾ, ചോദ്യങ്ങൾ മുദ്രാവാക്യമായി തെരുവുകളെ വിറപ്പിച്ചപ്പോൾ, നിശബ്ദമാക്കാൻ ശ്രമിച്ച ഓരോ സ്വരവും ഒടുവിൽ ഇടിമുഴക്കമായി തിരിച്ചു വന്നു. അധികാരത്തിൻ്റെ ഉയർന്ന മതിലുകൾക്ക് പോലും ആ പ്രതിധ്വനി അവഗണിക്കാനായില്ല. കൊടുങ്കാറ്റ് എത്ര നേരം വാതിലിന് പുറത്തു നിൽക്കും? ഒടുവിൽ ആ അധികാരത്തിൻ്റെ കസേരയ്ക്ക് ഭാരം താങ്ങാനായില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഇത് ഒരാളുടെ വീഴ്ചയുടെ കഥയല്ല, ഒരു തലമുറയുടെ ചോദ്യങ്ങൾ എത്ര ശക്തമാണെന്ന് ചരിത്രം വീണ്ടും ഓർമ്മിപ്പിച്ച നിമിഷമാണ്. യുവതലമുറയുടെ ശബ്ദം ഒരുമിപ്പിക്കുമ്പോൾ അത് വെറും മുദ്രാവാക്യമല്ല, കാലത്തിൻ്റെ നെഞ്ചിൽ മായാത്ത അക്ഷരങ്ങളായി പതിയുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ്.